സലഫി ദഅവത്തിന് മറ്റുള്ള ഹിസ്ബികളുടെ അല്ലെങ്കിൽ ഹിസ്ബുകളുടെ കക്ഷികളുടെയും കക്ഷിക്കാരുടെയും ഒക്കെ വഴിയിൽ നിന്ന് വേർതിരിക്കുന്ന മാർഗം അത് പ്രമാണത്തെ പിൻപറ്റുക, തെളിവിന് കീഴ്പ്പെടുക, മറ്റൊന്നിലേക്കും പോകാതെ ആളുകളുടെയോ പണ്ഡിതന്മാരുടെയോ അഭിപ്രായങ്ങളുടെ പിന്നാലെ പോകാതെ തെളിവിലേക്ക് വിധി തേടി പോവുക എന്ന സലഫുകൾ സ്വീകരിച്ചിട്ടുള്ള മാർഗമാണ് സലഫിയത്തിനെ മറ്റുള്ളതിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സലഫി ദഅവത്ത് എന്ന് പറയുന്നത് അത് ഒരു ഹിസ്ബിയത്തിലേക്ക് പോയിട്ടില്ല, പോകുകയുമില്ല. കാരണം മുകളിൽ പറഞ്ഞ പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും ഹദീസും ആണ്. ഇത് രണ്ടും മുറുകെ പിടിച്ച് അത് പിൻപറ്റുക എന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും സലഫികൾക്ക് ഹിസ്ബികളാകാൻ സാധിക്കുകയില്ല. സലഫി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾക്ക് പിഴവുണ്ടാകാമെങ്കിലും സലഫിയത്ത് എന്ന് പറയുന്ന മൻഹജിന് ഒരിക്കലും പിഴവുണ്ടാവുകയില്ല. കാരണം സലഫികൾ എന്നറിയപ്പെടുന്നവരോ പറയുന്നവരോ ആയ ആളുകളൊന്നും മഅ്സൂമുകളല്ല. എന്നാൽ സലഫിയത്ത് എന്ന് പറയുന്ന ആ മാർഗം മഅ്സൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുക എന്നതാണ്. അതുകൊണ്ട് തന്നെ സലഫികളുടെ മൻഹജിന് പിഴവ് പറ്റുകയില്ല. സലഫികൾ എന്ന് പറയുന്നവർക്ക് പിഴവ് പറ്റാം.